എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോസിനെ ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഒരു തീരുമാനം എടുക്കുകയാണ് സൂര്യനാരായണൻ. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തനിക്ക് വീട്ടിലേക്ക് പോയേ തീരൂ. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഒരു കാരണവശാലും സമ്മതിച്ചില്ല. ഇപ്പൊ പോയിട്ടുണ്ടാ ശരിയാകത്തില്ല. കാര്യം സൂര്യനാരായണന് ശരിക്കും ഭേദമായിട്ടില്ല അസുഖമൊന്നും. അപ്പൊ അതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ. പിന്നീട് അഭിയും ജാനകിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. അഭി ജാനകി സൂര്യനാരായണന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കരുത്. വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നേ നോക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിനും ഒരു പരിധിയില്ലേ. കാരണം മറ്റൊന്നുമല്ല, അവിടെ ചെന്ന ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ മരുന്നുകളും കാര്യങ്ങളൊന്നും മുടക്കാൻ പറ്റുന്നതല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. സൂര്യനാരായണൻ പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പക്ഷെ വീട്ടിലേക്ക് പോകണം. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്ന ഒറ്റ വാശി പിടിച്ചോണ്ട് നിൽക്കണം. അബിക്കും ജാനയ്ക്കും മനസ്സിലായി അച്ഛൻ്റെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീരുമാനിച്ചു തന്നെയാണ്. പിന്നീട് അബി പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ഞാൻ അമലിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം. അമലിനെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ അമല് പറഞ്ഞു, അഭിയേട്ടാ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവുന്നേ. എനിക്കറിയില്ലടാ, ഞാനത് അച്ഛനോട് കുറെ പറഞ്ഞു നോക്കി. പക്ഷെ അച്ഛൻ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അച്ഛനാണെങ്കിൽ വീട്ടിലേക്ക് വരണമെന്ന് ഒരേ പിടിവാശി തന്നെയാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഡോക്ടറോട് സംസാരിക്കുക. അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് വക്കീല് കാണാനായിട്ട് വരുന്നുണ്ട്. സക്കീർ ഹുസൈൻ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേനും സക്കീർ വക്കീലിനോട് അഭി കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ സൂര്യ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് സൂര്യനാരായണനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോഴും സൂര്യനാരായണൻ ഒരേ ഒരു വാശിയില്ല, എനിക്ക് വീട്ടിലേക്ക് പോകണം. ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയത്തില്ല. ശേഷിക്കുന്ന കാലം എനിക്ക് വീട്ടിൽ കിടന്ന് മരിക്കണം എന്ന് ആഗ്രഹം. അല്ലാതെ എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് മടുത്തു. ഇവിടുത്തെ ഈ അന്തരീക്ഷവായു തന്നെ എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. എത്രയെന്ന് വെച്ചാൽ ഞാൻ സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്യുന്നത് എനിക്ക് പറ്റില്ല എന്ന് പറയണം. പിന്നീട് പുറത്തേക്ക് വന്ന സൂര്യനാരായണന്റെ അടുത്ത് അഭി ജാനിയും കാര്യങ്ങളൊക്കെ തിരക്കുകയും പറഞ്ഞു, ഒരു രക്ഷയില്ല. സൂര്യ സാറ് വീട്ടിലേക്ക് പോകണമെന്ന് ഒരേ നിർബന്ധത്തില. ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇനി ഇവിടുന്ന് കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അഭിയെ മിക്കവാറും എല്ലാവരും കുറ്റക്കാരനാക്കി നിർത്താനും ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ അഭി ഇനിയിപ്പം മനഃപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കൊന്നതാണെന്ന് വരെ പറയാൻ വകുപ്പുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സൂര്യ സാർ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ വിൽപ്പത്ത പ്രകാരമുള്ള വീടും പറമ്പുമൊക്കെ അബിയുടെ പേരിലേക്ക് വരത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് അബി അങ്ങനെ ചെയ്തതാന്ന് വരുത്തി തീർക്കാനായിട്ടും ആൾക്കാർ കാണുന്നു പറയാം. ഇത് കേട്ടതും അബി പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്കൊരു വിഷമമില്ല, വീടിന്റെയും പറമ്പിന്റെയും കാര്യത്തില്. കാരണം അച്ഛനെ വിൽപ്പത്രം എഴുതി വെച്ചതിനെ കുറിച്ച് എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞാനത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടത് അച്ഛന്റെ ജീവനാണ്, അച്ഛന്റെ ജീവിതമാണ് എനിക്ക് വേണ്ടത്. അതിനേക്കാൾ ഉപരി എനിക്കൊന്നും മറ്റൊന്നുമില്ല. വീട്ടിൽ കൊണ്ടുപോയാലും ഞാൻ നല്ല പൊന്നുപോലെ നോക്കും. അച്ഛന്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ അത് തന്നെ നടക്കട്ടെ എന്ന് പറയാം. അവസാനം ഡോക്ടറെ പോയി കാണുവാണ്. ഡോക്ടറെ കണ്ടിട്ട് അച്ഛന്റെ നിർബന്ധ ബുദ്ധിയെ കുറിച്ചെല്ലാം പറയണം. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരാം. ഒന്നെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്ക്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യുന്ന ഇഞ്ചക്ഷനും കാര്യങ്ങളും എടുക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ മരുന്നുകളും കാര്യങ്ങളൊന്നും മുടക്കാൻ പാടില്ല. അതൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യസാറിന്റെ കണ്ടീഷൻ ഇനിയും വഷളാവുമെന്ന് പറയണം. ജാനകി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ വേണ്ടവരെന്ന് നോക്കിക്കോളാം ഡോക്ടറെ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് ചെക്കപ്പിന് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരിക ഒക്കെ ചെയ്തോളാന്ന് പറയണം. അങ്ങനെ അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് അവസാനം സൂര്യനാരായണൻ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറയാണ്. ഈ സമയം ലച്ചു രാവിലെ തന്നെ എഴുന്നേറ്റു. അടുക്കള ജോലികളെല്ലാം അത്യാവശ്യം തീർത്തിട്ട് കോളേജിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും അപർണ അവിടെ നിൽക്കുന്ന കണ്ടു. അപർണയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഇവിടെ രാവിലെ കോളേജിലേക്ക് ഒരുങ്ങി പോവാ. ഇനി ഈ അടുക്കള ജോലികളെല്ലാം താൻ തന്നെ ചെയ്യേണ്ടി വരും. പോരാത്തതിന് ജാനകിയും കൂടെ ഇല്ല ഇവിടെ. ഈ സമയം ലച്ചുവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല നിന്നോട് ആരാ ഇന്ന് കോളേജിൽ പോകാൻ പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ ആരടി പറഞ്ഞ്, അഭിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൽ പോകണം, കോളേജിൽ പോയിരിക്കില്ലെന്ന്. ഓഹോ, അഭിയേട്ടൻ പറഞ്ഞോട്ട് നീ അങ്ങോട്ട് കോളേജിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുവാണോ? എടി, ഈ അഭിയേട്ടനും ജാനിയടുത്തേക്ക് നിനക്ക് എന്നാ ഉണ്ടായത്? ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നിന്റെ അച്ഛനല്ലേ? എടി, അങ്ങനെ വിളിച്ചിട്ട് നീ അങ്ങാരോട് പോയെന്ന് ചോദിക്കാം. അത് പിന്നെ അപർണേച്ചി, അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അച്ഛൻ എന്നെ വേറെ കല്യാണം കഴിപ്പിക്കാണ്ട് നോക്കുക. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട അപർണേച്ചി. പിന്നെ കല്യാണം നടത്തുമ്പോഴും അതേപോലെ നിന്റെ അഭ്യാസം അടവൊന്നും നടക്കത്തില്ല ഇവിടെ. പറഞ്ഞു കേട്ടല്ലോ, നീ കുറെ കാലം റിസോർട്ടിലൊക്കെ നിന്നല്ലേടി. റിസോർട്ടിൽ നിന്നപ്പോ എങ്ങനെയായിരുന്നു? ജോലിക്കാന്നും പറഞ്ഞ് നിൽക്കും. ഓരോരുത്തർ വന്നു കഴിയുമ്പോഴത്തേന് നിന്റെ അച്ഛൻ പതുക്കെ നിന്നെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് പുറത്ത് നിൽക്കും. അതല്ലേ
ഇഷ്ടം പോലെ പൈസ നീ ഉണ്ടാക്കിയതല്ലേന്ന് ചോദിക്കും. അപർണേച്ചി അത് വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണ. അനാവശ്യമല്ലടി, ഉള്ള കാര്യം തന്നെയാ പറഞ്ഞേ. പിന്നെ ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കാണ് അമല അങ്ങോട്ട് വരുന്നത്. അമല പറഞ്ഞ് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അപർണയൊന്നും മിണ്ടിയില്ല. കുറച്ച് കാര്യങ്ങൾ അമല കേട്ടിട്ടുണ്ടായിരുന്നു. അമല പറഞ്ഞു, അതെ, നിന്റെ സ്വഭാവം നീ ഇവിടെ വിളമ്പണ്ട, പറഞ്ഞു കേട്ടല്ലോ. അല്ല ലച്ചു, നീ പോകാൻ റെഡിയാതല്ലേ? ബാ, ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറയാം. പിന്നെ കൊണ്ടുവിടാൻ പാത്തിന് നാണം ഉണ്ടോ അമലേന്ന് ചോദിക്കണം. ഇല്ല, എനിക്ക് ചില നാണം കുറവാ. നീ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട. വാ ലച്ചു, നീ എന്നും കേട്ട് മൈൻഡാക്കണ്ട, വരാൻ പറയണം. ഓഹോ, ഇവളെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുക്കളപ്പണികളൊക്കെ ആരാ ചെയ്യുന്നേ? നീ ചെയ്യൂലോ, നിനക്ക് ചെയ്യാൻ അറിയാലോ. വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്താൽ മതി. നീയെ തന്നെയല്ലേ നല്ലേച്ചി ഇവിടുന്ന് ഓടിച്ചു വിട്ടെ. നീ തന്നെ അങ്ങോട്ട് അനുഭവിക്കുക. തന്നെ അടുക്കള കയറി ഇങ്ങോട്ട് ജോലി ചെയ്താൽ മതി. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അമ്മൽ അങ്ങോട്ടേക്ക് പോവാണ്. അപർണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം അടുക്കള ജോലികളെല്ലാം തൻ്റെ തലയിലോ. എങ്ങനെയെങ്കിലും ആരെയും അടുക്കള ജോലിക്കായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അത് മിക്കവാറും തൻ്റെ തലയിലിരിക്കും അടുക്കള ഭാരം മുഴുവനും. എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യണം? അപർണ ഒരു ജോലിക്കാരിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. അവസാനം അമൽ എന്ത് ചെയ്യുക? അവനും ട്രൈ ചെയ്തു. ഒരു ജോലിക്കാരനെ വേണം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടത്തില്ല. ഇനി ഇപ്പൊ ജാനിയടുത്തി വന്നാൽ പോലും അച്ഛനും കൂടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ജാനിയടുത്തിക്ക് പറ്റില്ലതാവും. ജാനിയടുത്തിക്ക് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഒരാളും കൂടെ വേണമല്ലോ. അങ്ങനെ അമൽ എന്ത് ചെയ്യുകയാണ്? ഒരു ജോലിക്കാരുടെ കാര്യം പറയുന്നുണ്ട്. ഈ സമയം പ്രഭാവതി അറിഞ്ഞു സൂര്യനാരായണൻ വരുവാന്നുള്ള കാര്യം. സൂര്യനാരായണൻ വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സുമംഗല എന്നിട്ട് പറഞ്ഞു, പ്രഭാവതി, മുമ്പത്തെ പോലെയല്ല, നീ ഇനിയിപ്പോൾ സൂര്യയുടെ കുറച്ചുകൂടെ അടുത്ത് നിൽക്കണം. എങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുള്ളൂ പറയാം. ഇതേ അമ്മയൊന്നും മിണ്ടായിരുന്നാൽ മതി. ഇനി കൂടുതൽ എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട. എനിക്കറിയാം, എല്ലാവരും കൂടെ ഉപദേശിച്ച് എന്നെ ഈ പരുവാക്കി വെച്ച് ഇത്രയും കാലം ഞാൻ സ്വപ്നം കണ്ടെല്ലാം വെറുതെ ആയി പോയെന്ന് പറയാം. നടന്നു. ഇനി നിന്റെ മിടുക്ക് പോലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നേ. സൂര്യനെ കയ്യിലെടുക്കേണ്ട ആള് നീയാണ്. നീ കയ്യിലെടുക്കുകയാണെങ്കിൽ ഇനിയാണെങ്കിൽ സമയമുണ്ട് ആ വിൽപത്രം തിരുത്തി എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുതിക്കണം, നല്ലതല്ലേ? നീ വേണം സൂര്യന്റെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പറയാം. പ്രഭാവതി പറഞ്ഞ, അമ്മേ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? എനിക്ക് ഒന്നും വേണ്ടാന്ന് പറയാണ്. കിട്ടിയിടത്തോളം മതി എന്ന് പറയാണ്. പ്രഭാവതി, നീ ഇനി നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് മിക്കവാറും പുറത്താക്കുമെന്ന് പറയാം. പുറത്താക്കണേ ആക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പ്രഭാവതി കടന്നു പോവാണ്. പിന്നീട് സൂര്യനാരായണൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ സൂര്യനാരായണന്റെ മുറിയിൽ കൊണ്ടേ കിടത്തിയിട്ട് ജാനകി അങ്ങോട്ടേക്ക് വരുമ്പോൾ പൊന്നൂസ് അങ്ങോട്ട് ഓടിച്ചെന്ന് ജാനകിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് അല്ല, അച്ഛന് കുറവുണ്ട് അമ്മയെന്ന് ചോദിക്കണം. കുറവുണ്ട് മോളേന്ന് പറയണം. പിന്നീട് പൊന്നൂസ സൂര്യനാരായണനെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കണ്ടിട്ട് കുറേ സമയം ഇങ്ങനെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് പൊന്നൂസ് ആ കഥകളൊക്കെ പറയുന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവങ്ങളൊക്കെ. ലച്ചു ചെറിയമ്മേനെ കടത്തിക്കൊണ്ട് പോയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഞാൻ അയാളുടെ തല അടിച്ചു പൊട്ടിച്ചു, ഫ്ലവർ വേസിനെ എറിഞ്ഞു പൊട്ടിച്ചെന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ ജാനകിയിലൊരു ഞെട്ടലുണ്ടായി. എന്നിട്ട് അവരങ്ങോട്ടേക്ക് പോയി. പക്ഷേങ്കില് ലച്ചറിയമ്മയ്ക്കും എനിക്കും ഭയങ്കര പേടിയായിരുന്നു. ലച്ചറിയമ്മ രാത്രി ഉറങ്ങിയിട്ടൊന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജാനകി ചോദിച്ചു, എന്നിട്ട് പിന്നെന്താ മോള് വിളിക്കായിരുന്നെന്ന് ചോദിക്കാം. ഞാൻ ലച്ചിച്ചെറിയമ്മേനെ പറഞ്ഞാ വിളിക്കാനായിട്ട്. പിന്നെ അച്ഛൻ്റെ അടുത്തൊന്നും നിനക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വിളിക്കാതിരുന്നേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജാനകിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പോഴും ലച്ചുവിൻ്റെ പറയാൻ ആൾക്കാരുണ്ട്. കാരണം പൊന്നൂസി പറഞ്ഞിരുന്നത് വ്യക്തമാണ്. പൊന്നൂസിനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാർ തന്നെയാണ് ലച്ചുവിനെ ഇന്നലെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ രാഘവനും കൂട്ടരും ആയിരിക്കും. ഇനി അവർ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം എല്ലാവരും കൂടെ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഒരു പക്ഷേ ഇന്നലെ ഇവിടെ ആണുങ്ങളാരും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അവരിങ്ങോട്ടേക്ക് വന്നേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അപർണയെ കാണുമായിരിക്കും. അവളെ വെറുതെ വിടല എന്നൊരു ചിന്തയോട് കൂടിയിട്ട് നേരെ ജാനകി അപർണയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപർണ എടുത്തിട്ട്, സത്യം പറ, നീ അല്ലേ ഇന്നലെ ആ രാഘവനെയൊക്കെ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുക. ഞാനോ? ഈ വീട്ടിൽ ഇന്നലെ ആണുങ്ങളൊന്നും ഇല്ലെന്ന് അറിയാഞ്ഞിട്ട് തന്നെയല്ലേടി നീ ആ പാവം ലച്ചുവിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് വന്നിട്ട് നീ കൂട്ടുന്നതെന്ന് ചോദിക്കാം. മേലാൽ ഇതിന്റെ തരികട പരിപാടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ, നിന്റെ കർണം പോയിച്ചാൻ തരൂന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ദേഷ്യപ്പെടുവാണ് അപർണയോട്. അപർണ പറഞ്ഞു, ദേ ജാനകി, വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യമല്ലടി, ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപർണ അങ്ങോട്ടേക്ക് കയറിപ്പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.